അപ്പോൾ കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു കഥയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കഥയാണ്. നിങ്ങളുടെ ലൈക്ക് അത്രയും അത്യാവശ്യമാണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. 2 ദിവസം എടുത്ത് എഴുതിയൊരു കഥയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ബസ്സിൻ്റെ ജനൽ കമ്പികൾക്കിടയിലൂടെ അടിച്ചു കയറുന്ന കാറ്റിന് നാട്ടിൻപുറത്തെ ശുദ്ധവായുവിൻ്റെ മണമല്ലായിരുന്നു, പുകയുടെയും പൊടിപടലങ്ങളുടെയും സമ്മിശ്രമായ അപരിചിതമായൊരു ഗന്ധം. എങ്കിലും അമ്മാളുവിൻ്റെ മുഖത്ത് സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളുടെ കഥാനായിക, അമ്മാളു എന്ന അമേയ. അവളുടെ വലിയ കണ്ണുകൾ വിസ്മയത്തോടെ പുറത്തെ കാഴ്ചകളെ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. നാട്ടിലെ അമ്പലപ്പറമ്പിലെ ഉത്സവത്തിന് മാത്രം കണ്ടിട്ടുള്ള അത്രയും ജനക്കൂട്ടം ഉണ്ടവിടെ. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന ചില്ലുമേഞ്ഞ കെട്ടിടങ്ങൾ, നിരനിരയായി പായുന്ന ആഡംബര കാറുകൾ. അമ്മാളുവിന് എല്ലാം അത്ഭുതമായിരുന്നു. അവളുടെ വേഷം തികച്ചു ലളിതമായിരുന്നു. ശാരദേച്ചി തയ്ച്ചു തന്ന പച്ചക്കരയുള്ള ഒരു സാധാരണ ഒരു പട്ടുപാവാടയും ബ്ലൗസും, അതായിരുന്നു അവളുടെ വേഷം. തോളിൽ ഒരു വലിയ തുണിസഞ്ചിയും തൂക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് അമ്മായി കൊടുത്തുവിട്ട ഉണ്ണിയപ്പവും ചക്കര വരട്ടിയും നേന്ത്രക്കായ വറുത്തതുമൊക്കെയാണ്. ടൗണിലെ വലിയൊരു ബൗട്ടിക്കിൻ്റെ മുന്നിലൂടെ ബസ് കടന്നുപോയപ്പോൾ അതിലെ ചില്ലുകൂട്ടിനുള്ളിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് നിർത്തിയിരിക്കുന്ന പ്രതിമകളെ കണ്ട് അവൾ അറിയാതെ വാ പൊളിച്ചുപോയി. എൻ്റെ ഭഗവതി, ഇവിടുത്തെ പിമ്പിള്ളാരൊക്കെ ഇതൊക്കെയാണ് ഇട്ട് നടക്കുന്നത്, അവൾ സ്വയം മന്ത്രിച്ചു. ടൗണിലെ പ്രധാന ബസ് സ്റ്റാൻഡിൽ വണ്ടി നിർത്തിയപ്പോൾ ജനങ്ങളുടെ തള്ളിച്ചയിൽ പെട്ടെന്നാണ് അമ്മാളു പുറത്തേക്ക് ഇറങ്ങിയത്. കയ്യിലെ തുണിസഞ്ചി ആരും തട്ടിയെടുക്കാതിരിക്കാൻ അവളത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ അവൾക്കല്പം ഭയം തോന്നി. എല്ലാവരും വലിയ തിരക്കിലാണ്. ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. നാട്ടിലാണെങ്കിൽ എവിടെ വെച്ച് ആര് പരസ്പരം കണ്ടാലും വിശേഷം ചോദിക്കും, ഇല്ലെങ്കിൽ ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യും, അമ്മാളു ഓർത്തു. പെട്ടെന്നാണ് ദൂരെ ഒരു ചുമരിനോട് ചേർന്ന് ഫോണിൽ നോക്കി നിൽക്കുന്ന താരയെ അവൾ കണ്ടത്. താരയെ കണ്ടതും അമ്മാളുവിൻ്റെ ഉള്ളിലെ പേടിയെല്ലാം മാറി. 2-3 വർഷമായി ടൗണിൽ ഒരു ഹോസ്പിറ്റൽ നേഴ്സായി ജോലി ചെയ്യുന്ന താര ഇപ്പോൾ ഒരു അസൽ പരിഷ്കാരിയായി മാറിയിരിക്കുന്നു. ഇളനീല ജീൻസും കറുത്ത കുർത്തയും ഇട്ട് മുടി വെറുതെ അഴിച്ചിട്ട താരയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അമ്മാളുവിന് തോന്നി. താരേതീ, അത്രയും ഉച്ചത്തിൽ ചിരിയോടെ അമ്മാളു കൈവീശി വിളിച്ചു. സ്റ്റാൻഡിൽ നിന്ന പലരും പെട്ടെന്ന് തിരിഞ്ഞൊന്ന് നോക്കി. താരയുടെ കയ്യിലെ ഫോൺ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ ചുറ്റുമൊന്ന് നോക്കി. ഭാഗ്യത്തിന് പരിചയമുള്ള ആരും ആ പരിസരത്തില്ല. താര വേഗം നടന്ന് അമ്മാളുവിൻ്റെ അടുത്തെത്തി. അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. നീ എന്തേ കാണിക്കുന്നത് അമ്മാളു? ഇത് നിന്റെ നാടല്ല. കുറച്ചെങ്കിലും ശബ്ദം കുറച്ച് സംസാരിച്ചൂടെ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. താരയുടെ വാക്കുകളിൽ കടുത്ത ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. അമ്മാളുവിൻ്റെ മുഖത്തെ ചിരി പെട്ടെന്ന് മാഞ്ഞുപോയി. അവൾ സങ്കടത്തോടെ താരയെ നോക്കി. അല്ല താരയെത്തി, ഒരുപാട് നാൾ കൂടിയല്ലേ കാണുന്നത്. ആ സന്തോഷത്തിൽ ഉറക്കെ വിളിച്ചു പോയതാ. ദാ, അമ്മ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പവും ചക്കര വരട്ടിയും ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. അവൾ തുണിസഞ്ചി താരക്ക് നേരെ നീട്ടി. എനിക്ക് നിന്റെ ഒരു ഉണ്ണിയപ്പവും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ ആ സഞ്ചിയിൽ തന്നെ വെച്ചോ. ഇങ്ങനത്തെ ഒരു തുണിസഞ്ചിയും തൂക്കി ഈ വേഷവും കെട്ടി എൻ്റെ കൂടെ നടന്ന ആളുകൾ എന്നെ കളിയാക്കും. വൃത്തിയുള്ളൊരു ബാഗ് വാങ്ങി കൂടെ കരുതിക്കൂടെ നിനക്ക്? താര അവളുടെ വസ്ത്രത്തെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സത്യത്തിൽ അമ്മാളുവിന് അവൾ അങ്ങനെ ചോദിച്ചു എന്ന് കരുതി താരയോടൊട്ടും ദേഷ്യം തോന്നിയില്ല. പകരം ടൗണിൽ ജോലി ചെയ്യുന്ന താരക്ക് തൻ്റെ നാടൻ വേഷം ഇഷ്ടപ്പെടാത്തത് സ്വാഭാവികമാണെന്ന് അവൾ കരുതി. താരക്ക് ഇഷ്ടമുള്ളതുപോലെ മാറാൻ അവൾ മനസ്സിലുറപ്പിച്ചു. കാരണം കുട്ടിക്കാലം തൊട്ടേ അമ്മാളുവിന് താരയെ ജീവനായിരുന്നു. തൻ്റെ ഒരുപാട് അറിവുള്ള സുന്ദരിയായ ചേച്ചിയോട് അവൾക്ക് ബഹുമാനമായിരുന്നു. താരയുടെ അമ്മാവൻ്റെ മകളാണ് അമ്മാളു. ചെറുപ്പം മുതലേ താര അവൾക്കൊപ്പം ഇങ്ങനെ വാലിൽ തൂങ്ങി നടക്കും. പക്ഷെ അന്നാൾ തൊട്ടേ താരക്ക് അവളെ ഇഷ്ടമല്ല. ദേഷ്യമൊന്നുമില്ല, എന്നാലും എപ്പോഴും കൂടെ കൂടി തൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നൊരു ഫീലാണ് അവൾക്ക് അമ്മാളുവിനെ കാണുമ്പോൾ. താര പഠിച്ചതെല്ലാം ടൗണിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടിയതും അവിടെ തന്നെ. അങ്ങനെ 2-3 കൊല്ലമായി താര അവിടെ ജോലി ചെയ്തു വരുന്നു. സമാധാനം, സ്വസ്ഥം, സന്തോഷം. അങ്ങനെ ഇരിക്കെയാണ് മേൽ പറഞ്ഞ 3 കാര്യങ്ങൾക്ക് അടിവരയിട്ടുകൊണ്ട് അമ്മ ഒരു ദിവസം ഫോൺ ചെയ്യുന്നത്. അമ്മാളുവിനെ നിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട് എന്ന് പോലും. അവൾക്ക് കോളേജിൽ വെക്കേഷൻ ആണത്രേ. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം നിൻ്റെ കൂടെ വന്ന് നിന്നോട്ടെ എന്ന് പോലും. താര പറ്റില്ല എന്ന് കുറേ പറഞ്ഞതാണ്. അമ്മയുണ്ടോ കേൾക്കുന്നു.
അമ്മക്കല്ലെങ്കിലും അവളെ കഴിഞ്ഞേ ഉള്ളൂ താൻ എന്ന് ഓർത്തുപോയി താര. അവർ രണ്ടുപേരും കൂടി ഒരു ഓട്ടോറിക്ഷയിലാണ് താര താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പോയത്. യാത്രയിലുടനീളം അമ്മാളു ഓട്ടോയുടെ പുറത്തേക്ക് നോക്കി ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല താരേത്തി, ആ വലിയ കെട്ടിടത്തിന് മുകളിൽ എന്താ ആപ്പിളിൻ്റെ പടം വെച്ചിരിക്കുന്നത്? അതൊരു വലിയ പഴക്കടയാണോ? ഇവിടുത്തെ സിഗ്നലിൽ എന്താ ഇത്രയും നേരം വണ്ടികൾ കിടക്കുന്നത്? അമ്മാളുവിൻ്റെ ഈ ബാലിശമായ ചോദ്യങ്ങൾ താരയെ കൂടുതൽ അസ്വസ്ഥമാക്കി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അമ്മാളു? ടൗണിൽ ആദ്യമായിട്ട് വരുന്നത് പോലെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കല്ലേ. ആരെങ്കിലും കണ്ടാൽ വിചാരിക്കും കാട്ടുവാസികൾ വണ്ടി കയറി വന്നതാണെന്ന്. താര കടുപ്പിച്ച് തന്നെ പറഞ്ഞു. അതോടെ അമ്മാളു ചോദ്യങ്ങൾ നിർത്തി. എങ്കിലും പുറത്തെ ആ കാഴ്ചകളുടെ വിസ്മയം അവളുടെ കണ്ണുകളിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. ഫ്ലാറ്റിലെത്തിയപ്പോൾ താരയുടെ കൂട്ടുകാരികളായ മീരയും നയനയും അവിടെയുണ്ടായിരുന്നു. ആഹാ, എത്തിയോ താരയുടെ അമ്മാളു? മീര ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ പേരറിയാവോ? അമ്മാളുവിൻ്റെ കണ്ണിൽ അതിശയം. അറിയാം. നിന്റെ താരേത്തിക്ക് എപ്പോഴും നിന്നെ പറ്റി പറയാനല്ലേ നേരമുള്ളൂ. ചിരിയോടെ മീര അത് പറയവേ അമ്മാളുവിനങ്ങ് സന്തോഷമായി. അവൾ ചേച്ചിമാരെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മാളു തൻ്റെ സഞ്ചിയിൽ നിന്നും ഉണ്ണിയപ്പവും പലഹാരങ്ങളും പുറത്തെടുത്തു. ഇത് നാടൻ പലഹാരങ്ങളാ, അമ്മായി ഉണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. അവൾ സ്നേഹത്തോടെ അത് മീരക്കും നയനക്കും നേരെ നീട്ടി. മീരയും നയനയും സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കുകയും ചെയ്തു. വാവ്, സൂപ്പർ ടേസ്റ്റ്, മീര പറഞ്ഞു. അത് കേട്ടപ്പോൾ അമ്മാളുവിന് ഒത്തിരി സന്തോഷം തോന്നി. അവൾ താരയെ നോക്കി കണ്ണുകളാൽ പറഞ്ഞു, കണ്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. പക്ഷെ താരയുടെ മുഖത്തപ്പോഴും ഗൗരവം മാത്രമായിരുന്നു. പക്ഷേ തന്നെ എത്രയൊക്കെ അകറ്റി നിർത്തിയാലും താരയെത്തിയ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന ചിന്തയോടെ അമ്മാളു ആ ജനൽ കമ്പികളിലൂടെ ദൂരെയുള്ള നഗരവിളക്കുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിറ്റേന്ന് രാവിലെ ജനൽ വിരിപ്പുകൾക്കിടയിലൂടെ ടൗണിലെ വെളിച്ചം റൂമിലേക്ക് അരിച്ചു കയറി തുടങ്ങിയിരുന്നു. നാട്ടിൻപുറത്ത് കോഴി കൂകുന്നതിന് മുമ്പ് ഉണർന്ന് ശീലിച്ച അമ്മാളു അപ്പോഴേക്ക് എഴുന്നേറ്റിരുന്നു കേട്ടോ. അവൾ കുളിച്ച് മുടി നന്നായി ഇഴമുടഞ്ഞ് കെട്ടി നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറിയും തൊട്ട് റെഡിയായി നിന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയുള്ള മറ്റൊരു സാധാരണ പാവാടയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. താരയും കൂട്ടുകാരും അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് ആ ഫ്ലാറ്റിൻ്റെ പുറത്ത് ആരോ ബെല്ലടിച്ചത്. തുടർച്ചയായി 2-3 വട്ടം അത് മുഴങ്ങി. ബെല്ലടി ശബ്ദം കേട്ട് ഉറക്കം നഷ്ടപ്പെട്ട അസ്വസ്ഥതയോടെ താര പുതപ്പിനുള്ളിൽ കിടന്ന് കണ്ണുകൾ തിരുമ്മി. സമയം നോക്കിയപ്പോൾ 6 മണിയാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ആരാണെന്ന് ആലോചിച്ച് അവൾക്ക് ദേഷ്യം വന്നു. അമ്മാളു, ആ ബെല്ലടിക്കുന്നത് കേൾക്കുന്നില്ലേ? പോയി അതൊന്ന് തുറക്ക്, ആരാണെന്ന് ചോദിക്ക്. മനുഷ്യനെ സമാധാനമായിട്ടൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ആ ശരി താരേത്തി, ഞാൻ നോക്കാം, അമ്മാളു പതുക്കെ പറഞ്ഞു. നാട്ടിൻപുറത്തെ വീടുകളിൽ രാവിലെ തന്നെ അയൽക്കാരോ പാലുകാരോ ഒക്കെ വരുന്നത് പതിവായതുകൊണ്ട് അവൾക്കതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. അവൾ വേഗം ചെന്ന് വാതിലിൻ്റെ കുറ്റി നീക്കി പതുക്കെ വാതിൽ തുറന്നു. വാതിൽക്കൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തോളിൽ ഒരു വലിയ ട്രാവൽ ബാഗ് തൂക്കിയിട്ടുണ്ട്. ഒരു കയ്യിൽ വേറൊരു ചെറിയ ബാഗുമുണ്ട്. നീണ്ട യാത്ര കഴിഞ്ഞ് വരുന്നത് പോലെ അവൻ്റെ മുടിയൊക്കെ അല്പം അലസമായി കിടക്കുന്നുണ്ടായിരുന്നു. കറുത്ത ജീൻസും ഒരു ഡാർക്ക് ഗ്രീൻ ജാക്കറ്റുമായിരുന്നു അവൻ്റെ വേഷം. വാതിൽ തുറന്നതും രണ്ടുപേരും ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നുപോയി. അമ്മാളും അവനെ അടി മുതൽ മുടി വരെ നോക്കി. ഇതാരാ ഈ വെളുപ്പം കാലത്ത്? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ 100,000 ഉയർന്നു. അതേസമയം ആ ചെറുപ്പക്കാരൻ അമ്മാളുവിനെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ചന്ദനക്കുറിയും തൊട്ട് പച്ചക്കറിയിലുള്ള നാടൻ പാവാടയും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന ഒരു സുന്ദരി പെൺകുട്ടി. ഏതൻ സിനിമയിൽ മാത്രമേ ഇങ്ങനെ ഒരെണ്ണത്തിനെ കണ്ടിട്ടുള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ വംശനാശമാണോ കർത്താവേ എന്നവൻ മനസ്സിൽ ചോദിക്കുകയും ചെയ്തു. കൃത്രിമ സൗന്ദര്യങ്ങൾ മാത്രം കണ്ടു ശീലിച്ച അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ അവളൊരു വേറിട്ട കാഴ്ച തന്നെയായിരുന്നു. ഹലോ, അവൻ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. നീട്ടിയ കൈയിലേക്കൊന്ന് നോക്കിയിട്ട് അമ്മാള് തറപ്പിച്ച് വെച്ച് അവനെയും ഒന്ന് നോക്കി. അവളുടെ ആ ഭാവത്തിൽ അവൻ്റെ മുഖത്ത് ഒരു കുസൃതി ചിരി മിന്നി. അവൻ നീട്ടിയ കൈ പിൻവലിച്ചു. അവൻ ഒട്ടും മടി കൂടാതെ വളരെ സ്വാഭാവികമായി ഫ്ലാറ്റിൻ്റെ അകത്തേക്ക് കയറാനാഞ്ഞു. ഹലോ, താനിതെങ്ങോട്ടാ? അമ്മാളു പെട്ടെന്ന് വാതിലിന് കുറുകെ കൈ നീട്ടി അവന് തടഞ്ഞു. അവളുടെ ശബ്ദം കേട്ട് അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുപോലെ നിന്നു. താൻ ആരാടോ മറ്റുള്ളവരുടെ ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ച് കടക്കാൻ? അകത്ത് പെൺകുട്ടികൾ മാത്രമാണ് താമസിക്കുന്നത്, അറിയോ? അമ്മാളു ഇടുപ്പിൽ കൈകുത്തി നിന്ന് അവനെ നോക്കി. അവളുടെ ആ ഭാവവും തനി നാടൻ തല്ലുകൊള്ളി സംസാരവും കണ്ടപ്പോൾ അവനുള്ളിൽ ചിരിയാണ് വന്നത്. അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് ബാഗ് പതുക്കെ താഴെ വെച്ച് ചുമരിലേക്ക് ചാരി നിന്നു. എന്നിട്ട് കണ്ണുകൾ ചുരുക്കി അവളെ ഒന്ന് നോക്കി. അല്ല,
താനാരാ? ഈ ഫ്ലാറ്റിൻ്റെ കാവൽ മാലാകയോ? ഏതൻ ചിരിയോടെ ചോദിച്ചു. അകത്തു നിന്ന് ശബ്ദം കേട്ടുകൊണ്ടാണ് അന്നേരം താര വേഗം പുറത്തേക്ക് വന്നത്. വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും താരയുടെ മുഖം വിടർന്നു. ഏതൻ, നീ എപ്പോഴാണ് വന്നത്? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? താര അമ്മാളുവിനെ ശ്രദ്ധിക്കാതെ അവനോട് വളരെ അടുപ്പത്തോടെ ചോദിച്ചു. യാത്രയൊക്കെ സൂപ്പറായിരുന്നു താരെ. നല്ല കാഴ്ചകൾ, നല്ല ആളുകൾ. പക്ഷെ അതിലും വലിയ കെട്ടുകാഴ്ചയല്ലേ ഇവിടെ നിൽക്കുന്നേ. ഒരു പെൺ സിംഹം. ആളെന്നെ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാ. അവൻ അമ്മാളുവിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് താരയോട് പറഞ്ഞു. താര പെട്ടെന്ന് ദേഷ്യത്തോടെ അമ്മാളുവിനെ നോക്കി. നീ എന്താ അമ്മാളുവി കാണിക്കുന്നത്? അവനെന്തിനാ നീ തടഞ്ഞത്? നിനക്ക് ബുദ്ധിയില്ലേ? അമ്മാളുവിന് ഒന്നും മനസ്സിലായില്ല. അല്ല താരത്തി, ഈ അപരിചിതനായ ആളെ എന്തിനാ അകത്തേക്ക് കയറ്റുന്നത്? ഇവിടുത്തെ പെൺപിള്ളേരല്ലേ താമസിക്കുന്നത്? താര ഒരു ദീർഘനിശ്വാസത്തോടെ അമ്മാളുവിനെ നോക്കി. ആ, അതാണ് ഞാൻ നിനക്ക് വിവരമില്ലെന്ന് പറയുന്നത്. ഞങ്ങൾ ഒരേ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവനും വിനീത് എന്ന അവൻ്റെ ഫ്രണ്ടും ഞങ്ങളോടൊപ്പം ഈ ഫ്ലാറ്റിലാണ് താമസം. ഇത് ബോയ്സും ഗേൾസും ഒരുമിച്ച് താമസിക്കുന്ന ഫ്ലാറ്റാണ്. എന്ത്? അമ്മാളുവിൻ്റെ കാതുകളിൽ അതൊരു ഇടുത്തി പോലെയാണ് വന്ന് വീണത്. അവൾ അന്തം വിട്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. അവളുടെ കണ്ണുകൾ തള്ളി വന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒപ്പം താമസിക്കുകയോ? ഒരേ വീട്ടിലോ? എൻ്റെ ഗുരുവായൂരപ്പ! അമ്മാളു നെഞ്ചിൽ കൈവച്ച് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. നാട്ടിൻപുറത്തെ ചിന്താഗതികൾ മാത്രം അടഞ്ഞു വളർന്ന അവൾക്ക് ഇത് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ ഞെട്ടലും മുഖത്തെ ഭാവങ്ങളും കണ്ടപ്പോൾ ഏതന് വീണ്ടും ചിരി പൊട്ടി. അതെ അമ്മാളുകുട്ടി, ഞങ്ങളൊപ്പാണ് താമസം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളുടെ അത്ര തൊട്ടടുത്ത് നിന്നുകൊണ്ട് ആണ് ഏതൻ അത് പറഞ്ഞത്. അമ്മാൾ ഒന്നും മിണ്ടാതെ ഭയവും അത്ഭുതവും കലർന്ന കണ്ണുകളോടെ അവനെ നോക്കി പതുക്കെ പിന്നോട്ട് മാറി. ടൗണിലെ ജീവിതം താൻ വിചാരിച്ചതിലും വലിയൊരു അത്ഭുത ലോകമാണെന്ന് അവൾക്ക് ബോധ്യമാവുകയായിരുന്നു. അമ്മാളുവിൻ്റെ മനസ്സിലെ ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല. ടൗണിലെ ജീവിതം അവളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ ഫ്ലാറ്റിൽ ഒരേ മേൽക്കുരയ്ക്ക് കീഴിൽ സഹോദരങ്ങളെ പോലെയോ സുഹൃത്തുക്കളെ പോലെയോ കഴിയുന്നു എന്നത് അവളുടെ നാടൻ ചിന്തകൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതായിരുന്നു. പകൽ മുഴുവൻ അവൾ ഫ്ലാറ്റിലെ ഒരു കോണിൽ ഒതുങ്ങിക്കൂടി. ഏതനും വിനീതും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം കലർന്ന ഒരകലം അവൾ പാലിച്ചു. എന്നാൽ ഏതൻ്റെ കണ്ണുകളിൽ അവളോടുള്ള ആ കൗതുകം അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അമ്മാളുവിന് സത്യം പറഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. അവൾ അതിനെപ്പറ്റി താരയോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷെ താര സമ്മതിക്കണ്ടേ? ഒരു മാസത്തിന് എന്ന് പറഞ്ഞു വന്നിട്ട് ഒരാഴ്ച തികയും മുമ്പേ നീ അങ്ങോട്ട് തന്നെ ചെന്നാ ഞാൻ നിന്നോട് എന്തെങ്കിലും ചെയ്തു എന്നും പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു താര. അന്ന് മീരയുടെ പിറന്നാളായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഫ്ലാറ്റിലാകെ ഒരു ഉത്സവ പ്രതീതിയായി. ലിവിംഗ് റൂം മുഴുവൻ പല നിറത്തിലുള്ള ബലൂണുകളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. നയനയും മീരയും വെസ്റ്റേൺ വസ്ത്രങ്ങൾ ധരിച്ച് സുന്ദരിമാരായി ഒരുങ്ങി. താരയും ഒട്ടും പിന്നിലായിരുന്നില്ല. തിളങ്ങുന്നൊരു ബ്ലാക്ക് ഫ്രോക്കിൽ അവൾ നല്ല സുന്ദരിയായിരുന്നു. നാട്ടിലെ അമ്പലപ്പറമ്പിലെ ഉത്സവത്തിന് ധാവണി തിരിച്ചു പോകുന്ന പതിവ് മാത്രം അറിയുന്ന അമ്മാളു റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് വിസ്മയത്തോടെയും നേരിയ പരിഭ്രമത്തോടെയും ഇതെല്ലാം നോക്കിക്കണ്ടു. എന്താ അമ്മാളുകുട്ടി, നീ ഒരുങ്ങാത്തത്? വാ, വന്ന് കേക്ക് മുറിക്കാം. വിനീത് അവളെ സ്നേഹത്തോടെ വിളിച്ചു. അമ്മാളു പതുക്കെ ഹാളിലേക്ക് നടന്നു. അവളുടെ നാടൻ വേഷം ആ പാർട്ടി അന്തരീക്ഷത്തിന് ഒട്ടും ചേരുന്നതായിരുന്നില്ല. എങ്കിലും മീര അവളെ ചേർത്ത് പിടിച്ചു. കേക്ക് മുറിക്കലും ബഹളങ്ങളും കഴിഞ്ഞതോടെ പാർട്ടിയുടെ മൂഡ് മാറി. നയന അടുക്കളയിൽ നിന്ന് വലിയൊരു ട്രേയുമായി ലിവിംഗ് റൂമിലെ ടേബിളിനരികിലേക്ക് വന്നു. അതിൽ പലതരത്തിലുള്ള ഗ്ലാസുകളും മദ്യത്തിൻ്റെ കുപ്പികളും ഉണ്ടായിരുന്നു. അമ്മാള് അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ഏതനും വിനീതും ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മീരയും നയനയും യാതൊരു മടിയുമില്ലാതെ ആ ഗ്ലാസുകൾ കൈക്കലാക്കി. അതിലും വലിയ ഞെട്ടൽ അമ്മാളുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. താര വളരെ സ്വാഭാവികമായി ഒരു ഗ്ലാസ് കയ്യിലെടുത്ത് അതിലേക്ക് സോഡയൊഴിച്ച് ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അമ്മാളുവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവളുടെ നാട്ടിൻപുറത്തെ അറിവ് വെച്ച് മദ്യം കഴിക്കുന്നത് പുരുഷന്മാർ മാത്രമാണ്. അതും കവലകളിലെ കള്ളുഷാപ്പുകളിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ കണ്ടുവെട്ടിച്ചോ മാത്രം. തൻ്റെ അറിവുള്ള അന്തസ്സുള്ള താരയെത്തി ഇതാ പരസ്യമായി ആണുങ്ങളുടെ കൂടെ ഇരുന്ന് മദ്യം കഴിക്കുന്നു. അവൾക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ താരയുടെ അടുത്തേക്ക് ഓടിയെത്തി അവളുടെ കയ്യിലെ ഗ്ലാസ്സിൽ പിടിച്ചു വലിച്ചു. താരയെത്തി, വേണ്ട, ഇത് കള്ളല്ലേ, നീ എന്തേ കാണിക്കുന്നത്? അമ്മാളുവിൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ ആശങ്കയായിരുന്നു. ഹാളിലാകെ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. മീരയും നയനയും വിനീതും ഏതനൊക്കെ പരസ്പരം നോക്കി. താരയുടെ മുഖം ദേഷ്യം കൊണ്ടും നാണക്കേട് കൊണ്ടും ചുവന്നു തൊടുത്തു. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അമ്മാളു തനിക്കൊരു അപമാനമായി മാറുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല.
അവൾ അമ്മാളുവിൻ്റെ കൈ തട്ടി മാറ്റി. ആ പ്രവൃത്തിയിൽ ഗ്ലാസ്സിലെ മദ്യം അല്പം തുളുമ്പി പോവുകയും ചെയ്തു. കൈയെടുക്ക അമ്മാളു, താര ആക്രോശിച്ചു. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അല്ല താരേത്തി, പെൺകുട്ടികൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. നാട്ടി അറിഞ്ഞ അമ്മായിയും അമ്മാവനും ജീവനോടെ ഇരിക്കില്ല. നിനക്ക് നല്ല ബുദ്ധിയുള്ളതല്ലേ, നീ എന്തിനാ ഇവരുടെ കൂടെ കൂടി ചീത്തയാവുന്നത്? അമ്മാളു കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. ആരാണ് ചീത്ത? ഇവരൊക്കെയോ? അപ്പോൾ ആരാണ് നല്ലത്? നീ മാത്രമോ? താര എഴുന്നേറ്റ് നിന്ന് അമ്മാളുവിൻ്റെ നേരെ വിരൽ ചൂണ്ടി. ഇത് ഞങ്ങളുടെ ലൈഫാണ്. ഇവിടെ ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നുമുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. നിൻ്റെ ഉപദേശങ്ങൾ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. എൻ്റെ സമാധാനം കളയാനായിട്ട് ഇവിടുന്ന് കെട്ടിയെടുത്തു. താരയുടെ വാക്കുകൾ കടാര പോലെ അമ്മാളുവിൻ്റെ നെഞ്ചിൽ തറച്ചു കയറി. തന്നെ എത്ര പരിഹസിച്ചാലും താങ്ങാം, പക്ഷേ സ്വന്തം ചേച്ചിയെ പോലെ കണ്ട താരേത്തിയുടെ കണ്ണുകളിലെ ആ വെറുപ്പ് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ചുറ്റും നിന്ന മീരയും നയനയും താരയെ ശാന്തയാക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. താരെ, നീ വിട്ടുകള, അവൾക്ക് ഇതൊന്നും കണ്ടിട്ട് ശീലമില്ലാത്തത് കൊണ്ടല്ലേ, മീര പറഞ്ഞു. എന്നാൽ ഏതനൊന്നും സംസാരിച്ചില്ല. അവൻ അമ്മാളുവിൻ്റെ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയ കണ്ണുകളിലേക്കും അവളുടെ നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അമ്മാളുവിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ ഹാളിൽ നിന്ന് നേരെ ബാൽക്കണിയിലേക്ക് ഓടിപ്പോയി. അവൾ പൊട്ടിക്കരഞ്ഞു. നഗരത്തിലെ തണുത്ത കാറ്റ് അവളുടെ മുഖത്ത് വന്നടിച്ചു. ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ നഗരവിളക്കുകൾ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു അന്നേരം. ആ കാഴ്ചയ്ക്കിപ്പോൾ ഒരു ഭംഗിയും അമ്മാളുവിന് തോന്നിയില്ല. ഒരു വലിയ ഗുഹയിൽ അകപ്പെട്ടതുപോലെ അമ്മാളുവിന് തോന്നി. ബാൽക്കണിയിലേക്ക് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ടു അമ്മാളു. താരേത്തി തന്നോട് ക്ഷമ ചോദിക്കാൻ വരുന്നതായിരിക്കുമെന്ന പ്രതീക്ഷയോടെ അമ്മാളു വേഗം കണ്ണുകൾ തുടച്ച് തിരിഞ്ഞൊന്നു നോക്കി. പക്ഷെ അവിടെ നിന്നിരുന്നത് താരയായിരുന്നില്ല, ഏതൻ. അവനെ കണ്ടപാടെ അമ്മാളു മുഖം വെട്ടിച്ച് കളഞ്ഞു. കണ്ട ദിവസം മുതൽ അവനെ അമ്മാളുവിന് ഇഷ്ടമല്ല. ആ നോട്ടവും ഭാവവും എല്ലാം അമ്മാളുവിനെ എപ്പോഴും പരിഭ്രമത്തിലാക്കുന്നുണ്ട്. ഏതൻ ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചു. ഒരു പാർട്ടി കുളമാക്കിയപ്പോൾ അമ്മാളുവിന് സന്തോഷമായോ? ചിരിയോടെയാണ് അവൻ ചോദിക്കുന്നത്. അമ്മാളു കണ്ണു കുറിപ്പിച്ച് അവനെ ഒന്ന് നോക്കി. എൻ്റെ താരേത്തിയെ കൊണ്ട് നടന്ന് ചീത്തയാക്കുന്നത് നിങ്ങളാണല്ലേ? ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതേലോ, അവളെ ചീത്തയാക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോയമ്പും എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അമ്മാളു കണ്ണു കുറിപ്പിച്ച് അവനെ ഒന്ന് നോക്കി. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു തെറ്റാണോ എൻ്റെ അമ്മാളുവേ? ഞാൻ ആരുടെയും അമ്മാളു അല്ല. അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയണ്ട. നാളെ ഒരിക്കൽ എൻ്റെ അമ്മാളു ആയിക്കൂടെ എന്നൊന്നും ഇല്ലല്ലോ, ഏതൻ കുസൃതിയോടെ പറഞ്ഞു നിർത്തിയതും പിന്നെയും കിട്ടി അവന് കണ്ണു കുറിപ്പിച്ചൊരു നോട്ടം. ഏതൻ അത് കാണെ പൊട്ടിച്ചിരിച്ചുപോയി. അല്ലടോ, ഈ സിഗരറ്റ് വലിക്കുന്നതും ഇടയ്ക്കൊരു ഗ്ലാസ് മദ്യം കഴിക്കുന്നതെല്ലാം ഇത്ര വലിയ പാപമാണോ? ഏതൻ പിന്നെയും ചോദിച്ചു. ചെയ്ത് ശീലമായവർക്ക് അത് വലിയ പാപമായി തോന്നില്ല. എന്നാ എനിക്കങ്ങനെയല്ല, ഇതൊക്കെ പാപം തന്നെയാ, അമ്മാളു പറഞ്ഞുകൊണ്ട് വെട്ടി തിരിഞ്ഞു പോവാ ഒരുങ്ങവേ ഏതൻ അവളെ തന്നിലേക്ക് അങ്ങ് അണച്ചു പിടിച്ചിരുന്നു. അമ്മാളു ഞെട്ടിപ്പോയി. വീട് അമ്മാളു ബലമായി അവൻ്റെ പിടിവിടുവിക്കാൻ വേണ്ടി കുതിരവേ ഏതൻ ആ സിഗരറ്റിൽ നിന്ന് ഒരു പഫും കൂടെ എടുത്തിട്ട് ആ സിഗരറ്റ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തു. ആ പുക ശ്വസിച്ച പാടെ അമ്മാളു ഉറക്കെ ചുമച്ചുപോയി. 1-2 വട്ടം കൂടെ അവൻ അതേപോലെ ആ പ്രവൃത്തി ആവർത്തിച്ചിട്ട് അവളെ അങ്ങ് വിട്ടപാടെ നിയന്ത്രണം വിട്ട് അമ്മാളു അവൻ്റെ മുഖം അടച്ചൊന്നു കൊടുത്തു. ഏതൻ കവിളൊന്നു ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറുക്കി. ഇപ്പോൾ അമ്മാളുകുട്ടിയും പാപം ചെയ്തല്ലോ, ഏതൻ ചിരിയോടെ അങ്ങ് പറയവേ അമ്മാളു കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. താരയുടെ പെരുമാറ്റവും ഏതൻ്റെ അതിരുവിട്ട കുസൃതിയും എല്ലാം അമ്മാളുവിനെ ആകെ അന്ന് തളർത്തിക്കളഞ്ഞിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ ആരും തന്നോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. കരഞ്ഞു കരഞ്ഞ് എപ്പോഴോ ആണ് അവൾ ഉറങ്ങിപ്പോയത്. പിറ്റേന്ന് രാവിലെ പകൽ വെളിച്ചം ജനൽ വിരിപ്പുകൾക്കിടയിലൂടെ അരിച്ചു കയറുമ്പോൾ അമ്മാളും ഉണർന്നില്ല. സാധാരണ കോഴി പോകും മുമ്പേ എഴുന്നേൽക്കുന്ന അവൾ മാനസികമായി അത്രയും തകർന്നിരുന്നു. എന്നാൽ അന്ന് പതിവിലും നേരത്തെ ഉണർന്നത് താരയായിരുന്നു. ഹാളിലെ വെളിച്ചത്തിലേക്ക് വന്ന താരയുടെ മനസ്സിൽ കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. മദ്യത്തിൻ്റെ ലഹരി വിട്ടപ്പോഴാണ് താൻ അമ്മാളുവിനോട് എത്ര വലിയ തെറ്റാണ് കാണിച്ചതെന്ന് അവൾക്ക് മനസ്സിലായത്. കൂട്ടുകാരുടെ മുന്നിൽ അന്തസ്സ് കാണിക്കാൻ വേണ്ടി തന്നെ ജീവനായി കണ്ട അനിയത്തിയെയാണ് താൻ അത്രയും മോശപ്പെടുത്തിയത്. അമ്മയോടും നാട്ടുകാരോടുള്ള പേടി മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മാളുവിനോടുള്ള സ്നേഹവും കുറ്റബോധമായി താരയുടെ നെഞ്ചിൽ വിങ്ങി. അവൾ പതുക്കെ അമ്മാളു കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്നു. കണ്ണീരുണങ്ങിയ വരണ്ട കവിളുകളോടെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന അമ്മാളുവിനെ കണ്ടപ്പോൾ താരയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവൾ പതുക്കെ കട്ടിലിനരികിൽ വന്നിരുന്നു. അമ്മാളുവിൻ്റെ നെറ്റിയിൽ പതിയെ തലോടി താര. അമ്മാളു, അമ്മാൾട്ടി,
ആ വിളി കേട്ടാണ് അമ്മാളി ഞെട്ടി ഉണർന്നത്. മുന്നിൽ നിൽക്കുന്ന താരയെ കണ്ടതും കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ ഒന്നിച്ച് മനസ്സിലേക്ക് വന്ന അവൾ ഭയത്തോടെയും സങ്കടത്തോടെയും പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയിരുന്നു. അവളുടെ ആ മാറ്റം താരയുടെ നെഞ്ചു പൊള്ളിച്ചു. അമ്മാളു, നീ നിന്റെ താരയെത്തിയെ പേടിക്കുകയാണോ? താരയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം അമ്മാളു. ഇന്നലെ രാത്രി ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. നീ എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ... താരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. അമ്മാളു അത്ഭുതത്തോടെ താരയെ നോക്കി. എപ്പോഴും തന്നോട് ദേഷ്യപ്പെടാറുള്ള താരയെത്തി ഇതാ ഇപ്പോൾ തൻ്റെ മുന്നിലിരുന്ന് കരയുന്നു. താരയെത്തി കരയല്ലേ? അമ്മാളുവിൻ്റെ ഉള്ളിലെ സ്നേഹം ഉണർന്നു. താര അമ്മാളുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. താരയെത്തി തന്നോട് ക്ഷമ ചോദിച്ചതോടെ അമ്മാളുവിൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാഞ്ഞുപോയി. അവൾ താരയെ കെട്ടിപ്പിടിച്ചു. അവിടുന്ന് അങ്ങോട്ട് താര ഒഴിവുള്ളപ്പോൾ എല്ലാം അമ്മാളുവിനെയും കൊണ്ട് പുറത്തേക്ക് പോവും. അവൾക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും. അവൾക്ക് വേണ്ട കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കും. ഏതനോട് അതിനുശേഷം അമ്മാള് മിണ്ടിയിട്ടൊന്നുമില്ല. എന്നാലും ഒരിക്കൽ കുടിക്കുന്ന ചായയിൽ അവന് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അമ്മാള് അവനുള്ള പണി കൊടുത്തിരുന്നു. ഏതനാവട്ടെ വല്ലാത്തൊരു തുരുത്തിലായിരുന്നു അന്ന്. അവൻ്റെ ഉള്ളു മുഴുവൻ അമ്മാളുമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ആദ്യം തോന്നിയ കൗതുകം പിന്നീട് സ്നേഹവും പിന്നീട് അതൊരു പ്രേമവുമായി മാറി. പക്ഷെ അതുണ്ടോ അമ്മാളുവിനോട് പറയാൻ പറ്റുന്നു? പറഞ്ഞാൽ തൻ്റെ തല ഇടുക്കില്ലേ ആ കല്യങ്കാട്ട് നീലി? അവൻ ചിരിയോടെ ഓർത്തു. താരയും മീരയും നയനയും വിനീതും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുമ്പോൾ സമയം 6:30 കഴിഞ്ഞിരുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഫോൺ ചെയ്യണം അമ്മാളു. പേടിയുണ്ടെങ്കിൽ വാതിലൊക്കെ നന്നായി കുറ്റിയിട്ടിട്ട് റൂമിലിരുന്നു. ഏതിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലെന്നാണ് പറഞ്ഞതെങ്കിലും അവൻ എവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണും. നീ ധൈര്യമായിട്ടിരിക്ക്, താര അവസാനമായി ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. എനിക്ക് പേടിയൊന്നുമില്ല താരയെത്തി, നിങ്ങൾ പോയിക്കോ, അമ്മാളു ചിരിയോടെ പറഞ്ഞു. അവർ പോയതോടെ വലിയ ഫ്ലാറ്റിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. അമ്മാളു ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് TV വെറുതെ ഓൺ ചെയ്തു. ചാനലുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ഒരാളെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ശാന്തത തകർക്കാൻ കടന്നു വരുന്ന ആ താന്തോന്നിയെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏതിൻ്റെ നോട്ടം തന്നെ പിന്തുടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ബാൽക്കണിയിൽ നിൽക്കുമ്പോഴുമൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കുസൃതി ചിരിയോടെ നിൽക്കുന്ന അവൻ്റെ കണ്ണുകളുമായി അവൾ ഇടയാറുണ്ട്. ആദ്യം കടുത്ത ദേഷ്യമാണ് തോന്നിയതെങ്കിലും ഇപ്പോൾ ആ നോട്ടം അവളെ അസ്വസ്ഥമാക്കുന്നില്ല. പകരം ഹൃദയത്തിൽ എവിടെയോ ഒരു ചെറിയ കുളിര് കോരിയിടുന്നുണ്ട്. എങ്കിലും പുറമേക്ക് ആ ഗൗരവം അവൾ കൈവിട്ടിരുന്നില്ല. അന്ന് ചായയിൽ ഉപ്പിട്ട് കൊടുത്തപ്പോൾ മുഖം ചുളിച്ചുകൊണ്ട് അവൻ തന്നെ നോക്കി കണ്ണിറുക്കിയ രംഗമോർത്ത് അവൾ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്നാണ് പുറത്ത് ഫ്ലാറ്റിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. എല്ലാവരുടെ കയ്യിലും ഓരോ സ്പെയർ കീ ഉണ്ട്. അമ്മാളു പെട്ടെന്ന് മുഖത്തെ പുഞ്ചിരി മായ്ച്ച് കടുപ്പത്തിലൊരു ഭാവം വരുത്തി TV-യിലേക്ക് തന്നെ നോക്കിയിരുന്നു. അകത്തേക്ക് കയറി വന്ന ഏതൻ സോഫയിൽ ഗൗരവത്തിലിരിക്കുന്ന അമ്മാളുവിനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തൻ്റെ ജാക്കറ്റ് ഊരി ഒരു വശത്തേക്ക് ഇട്ടിട്ട് ഒട്ടും മടി കൂടാതെ അമ്മാളു ഇരിക്കുന്ന സോഫയുടെ തൊട്ടപ്പുറത്ത് വന്നിരുന്നു. ആഹാ, നമ്മുടെ കാവൽമാലാക തനിച്ചാണല്ലോ. മറ്റുള്ളവരൊക്കെ ഡ്യൂട്ടിക്ക് പോയോ? അവൻ വളരെ കാഷ്വലായി ചോദിച്ചു. തനിക്കതിനെന്താ? അമ്മാളു മുഖം തിരിച്ച് തന്നെ പറഞ്ഞു. എനിക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ചു നീ പേടിച്ച് കിടച്ച് ഏതെങ്കിലും കോണിലിരിക്കുകയായിരിക്കുമെന്ന്. ഇത്രയും ഒരു വലിയ നഗരത്തിൽ ഈ അമ്പരച്ചുംബിയായ ഫ്ലാറ്റിൽ ഒരു നാട്ടിൻപുറത്തുകാരി ഒറ്റക്കാവുക എന്നൊക്കെ വെച്ചാൽ. അവൻ അവളെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതാ ഞാനിങ്ങ് പാഞ്ഞു വന്നത്. എനിക്കൊന്നിനെയും പേടിയില്ല. എന്നെ പേടിപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടുമില്ല. അവൾ ഇടുപ്പിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനൊരു നോട്ടം നോക്കി. അതെന്താ കൊച്ചേ നിനക്ക് പേടിയില്ലാത്തത്? ഏതൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ മുത്തശ്ശി എനിക്ക് ഒരുപാട് മന്ത്രങ്ങളും മറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. യക്ഷിയ ജാതര മറ്റോ വന്നാൽ അത് തന്നെ ധാരാളം അവരെ ഓടിക്കാൻ, അമ്മാളു വീമ്പു പറഞ്ഞു. നിന്റെ മുത്തശ്ശി നിനക്ക് വശീകരണ മന്ത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഏതൻ താടിക്ക് കൈ ഊന്നിക്കൊണ്ട് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? അമ്മാളുവിൻ്റെ നെറ്റി ചുളിഞ്ഞു. അല്ല, കണ്ടന്ന് തന്നെ നീ എന്നെ അങ്ങ് വശീകരിച്ച് വശത്താക്കി കളഞ്ഞില്ലേ കൊച്ചേ, അതുകൊണ്ട് ചോദിച്ചതാ. ഏതൻ്റെ കണ്ണിൽ പ്രണയം ഇരമ്പുന്നു. അമ്മാളു മുഖം വെട്ടിച്ച് കളഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. ഏതൻ ഉറക്കെ ചിരിച്ചു. അവൻ്റെ ചിരിയിൽ അമ്മാളുവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കുളിര് പടർന്നു. അവൾ വേഗം അടുക്കളയിലേക്ക് നടന്നു. ഏതനും അന്ന് അവളെ വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ അവൾക്ക് പിന്നാലെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മാളു ഗ്യാസ് സ്റ്റൗവിനരികിൽ ചെന്ന് വെള്ളം ചൂടാക്കാൻ വെച്ചു. നീ എന്തായി ചെയ്യുന്നേ? ഏതൻ അവളുടെ തൊട്ട് പിന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് കുടിക്കാൻ ചായ വെക്കുകയാ. തനിക്ക് വേണമെങ്കിൽ പറയാം. ഇത്തവണ ഉപ്പിടില്ല കേട്ടോ, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. എനിക്ക് ചായ ഒന്നും വേണ്ട അമ്മാളു, ചിലപ്പോൾ പിരിയും.
ഏതൻ ശബ്ദത്തിലെ കുസൃതി നിറഞ്ഞു. അമ്മാളു പതുക്കെ തിരിഞ്ഞു നോക്കി. ഏതൻ അവളിലേക്ക് ഒരു പടി കൂടെ അടുത്ത് നിന്നു. അവൻ്റെ കണ്ണുകളിലെ ആ തീക്ഷ്ണത താങ്ങാനാവാതെ അവൾ കണ്ണുകൾ താഴ്ത്തി. താൻ എന്തിനാ എന്നെ ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്നേ? മാറി നിൽക്കേതൻ. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് ചെറുതായി തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ഏതൻ മാറിയില്ല കേട്ടോ. അവൻ അവളുടെ ചെറിയ കൈകൾ തൻ്റെ കൈവെള്ളയ്ക്കുള്ളിലാക്കി. അവൻ അവളുടെ ആ ചെറിയ കൈകൾ തൻ്റെ കൈവെള്ളക്കുള്ളിലാക്കി. അവൻ്റെ കൈകളുടെ ചൂട് അമ്മാളുവിൻ്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. നീ എന്താ എപ്പോഴും എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത് അമ്മാളു? അന്ന് ബാൽക്കണിയിൽ വെച്ച് ഞാൻ ചെയ്തതൊരു തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അതിനുശേഷം നിൻ്റെ ഈ മുഖവും ഈ വലിയ കണ്ണുകളും അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. ഒരു നിമിഷം പോലും നിന്നെ ഓർക്കാതെ എനിക്കിരിക്കാൻ പോലും പറ്റുന്നില്ല, ഏതൻ വളരെ ആർദ്രമായി പറഞ്ഞു. അമ്മാളുവിൻ്റെ ഹൃദയം പടപടാമെന്ന് ഇടിക്കാൻ തുടങ്ങി. ഒരു പുരുഷൻ ഇത്രയടുത്ത് നിന്ന് പ്രണയം പറയുന്നത് കേൾക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടായിരുന്നു. അവളുടെ മുഖം ചുവന്നു തൊടുത്തു. കണ്ണുകളിൽ പ്രണയവും നേരിയ ഭയവും കലർന്നൊരു ഭാവം മിന്നിമറഞ്ഞു. വീട് ഏതൻ, ആരെങ്കിലും കാണും, താരേത്തി അറിഞ്ഞാൽ. അവൾ കൈകൾ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഐ ലവ് യു അമ്മാളു. അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മാളുവിന് ശ്വാസം നിലച്ചത് പോകുന്ന പോലെ തോന്നി. ഉള്ളിലെ പ്രണയം പുറത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ കടുംപിടുത്തം സൂക്ഷിക്കാൻ അവൾ ശ്രമിച്ചു. അവൾ ബലമായി കൈകൾ വിടുവിച്ച് പിന്നോട്ട് മാറി നിന്നു. അമ്മാളുവിനും എന്നെ ഇഷ്ടമാണല്ലോ അല്ലേ? ആര് പറഞ്ഞു? എനിക്ക് നിങ്ങളെ ഇഷ്ടമൊന്നുമല്ല. അമ്മാളു മുഖം വെട്ടിച്ചു. അമ്മാളുവിന് നുണ പറയാറിയില്ല കേട്ടോ. ഏതൻ കീഴ്ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരി അടക്കി. അമ്മാളു ആകെ വിയർത്തുപോയി. ശരി, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എന്നെ ഫ്രണ്ടായി കൂട്ടാമോ? ഏതൻ അടുത്ത നമ്പർ ഇറക്കി. അമ്മാളു ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നു. ഓ, തനിക്ക് എന്നോട് അപ്പോൾ ഇത്ര ഇഷ്ടക്കേടാണല്ലേ? എങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഏതൻ മുഖത്തില്ലാത്ത നിഷ്കളങ്കത വാരി നിറച്ച് പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങവേ അമ്മാളുവിന് അവനോട് അല്പം പാവൊക്കെ തോന്നി. ശരി, ഫ്രണ്ട്സ് ആവാം, അമ്മാളു പതിയെ പറഞ്ഞു. ശരിക്കും? ഏതൻ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. അമ്മാളു പതിയെ ഒന്ന് മൂളി. അപ്പോൾ ഫ്രണ്ട്സ്. ഏതൻ അവൾക്ക് നേരെ കൈനീട്ടി. അവൾ മെല്ലെ തിരികെയും കൈനീട്ടി. രണ്ടാളും ഷേക്ക് ഹാൻഡ് കൊടുത്ത് സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു അന്നേരം. ഇതെന്തോന്നാ ഈ കുടിക്കുന്നേ? അമ്മാളു നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ബിയറാ, നിനക്ക് വേണോ? ഏതൻ അമ്മാളുവിന് നേരെ കുപ്പി നീട്ടി. ഏയ് വേണ്ട, അമ്മാളു മുഖം വെട്ടിച്ച് കളഞ്ഞു. രണ്ടാളും ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അന്നേരം. അമ്മാളു വാ തൊരാതെ സംസാരിക്കുകയും ഏതൻ അത് കേട്ടിരിക്കുകയുമായിരുന്നു ഇത്ര നേരം. ഒരു കവിൾ കുടിച്ചു നോക്കമ്മാളു. ഏതൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ദേ, കഴിഞ്ഞ വട്ടം കാണിച്ച പോലെ എന്നെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ ഞാൻ പിന്നെ കൂട്ടുകൂടില്ല കേട്ടോ. അമ്മാളു അവനെ നോക്കി കണ്ണുരുട്ടി. ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ താനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പ്ലീസ്. ഏതൻ ഒന്ന് ചുണ്ടു ചുളുക്കി. അമ്മാളു ആദ്യം ഒന്ന് അമ്പിനും വില്ലിനും എടുത്തില്ല എങ്കിലും താരേത്തി കഴിഞ്ഞ വട്ടം ഇത് കുടിച്ച് കണ്ടതുകൊണ്ട് അവൾക്കൊരു തോന്നൽ, ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നറിയാനുള്ള ചെറിയൊരു കൗതുകം. ഏതനൊരു ഗ്ലാസ്സിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. ആരോടും പറയില്ലേ എന്ന് ഏതനോട് സത്യം ചെയ്യിപ്പിച്ചിട്ട് അവൾ അത് കുടിച്ചു തുടങ്ങി. അമ്മാളു ആ ഗ്ലാസ് കയ്യിലെടുക്കുമ്പോൾ അവളുടെ കൈകൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. ഇതിന് വല്ലാത്ത കയ്പും മണവുമാണല്ലേ ഏതാ? ഒരു കവിൾ കുടിച്ചു നോക്കിക്കൊണ്ട് അമ്മാളു മുഖം ചൊളിച്ചു. അത് ആദ്യമായിട്ടായതുകൊണ്ടാണേ, പതുക്കെ കുടിക്കമ്മാളു. ഏതൻ്റെ ചുണ്ടിൽ ആ കൗതുകച്ചിരി വീണ്ടും വിരിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട നഗരക്കാഴ്ചകളും താരേത്തിയുടെ മാറ്റങ്ങളും അവളുടെ ഉള്ളിലെ കൗതുകത്തെ ആളിക്കത്തിച്ചു. ആ ഒരൊറ്റ ചിന്തയിൽ കൈപ്പേറിയ ദ്രാവകം അവൾ ഒറ്റ വിളിക്കങ്ങിറക്കി. പിന്നെ അങ്ങോട്ട് സംഭവിച്ചതൊക്കെ ഏതൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. അതുവരെ കണ്ട നാണം കുടുങ്ങിയായ ഒതുങ്ങി ജീവിച്ച അമ്മാളു അല്ലായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്നത്. 5 മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. അമ്മാളുവിൻ്റെ വലിയ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ചുവപ്പ് പടർന്നു. ഏതാ നോക്കിക്കേ, ഭൂമി കറങ്ങുന്നു. അമ്മാളു പെട്ടെന്ന് ഉറക്കെ കൈകൂട്ടി ചിരിക്കാൻ തുടങ്ങി. അമ്മാളു ശബ്ദം കൊടുക്ക്, ആരെങ്കിലും കേൾക്കും. ഏതൻ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. ആര് കേൾക്കാം? ഇവിടെയുള്ള മനുഷ്യർക്ക് ഒന്നിനു സമയമില്ലെന്നല്ലേ എൻ്റെ താരേത്തി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ചിരിച്ച ആർക്കെന്താ? അവൾ എഴുന്നേറ്റ് നിന്ന് കൈകൾ വീശി. ഏതാ, എനിക്ക് പാട്ട് പാടണം. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് പാടുന്ന പാട്ട് പാടാം. അവൾ ഒട്ടും മടി കൂടാതെ തൊണ്ട പൊട്ടി പാടാൻ തുടങ്ങി. പാലക്കടത്ത് കാവിലമ്മേ, കണ്ണു തുറക്കണ കാവിലമ്മേ. അവളുടെ ശബ്ദം ബാൽക്കണി കടന്ന്
ഫ്ലാറ്റിൻ്റെ ഇടനാഴികളിലേക്ക് പടരുമെന്ന് ഭയന്ന് ഏതൻ ഓടിച്ചെന്ന് അവളുടെ വായ കുത്തിപ്പിടിച്ചു. അമ്മാളുകുട്ടി, ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടാതിരിക്ക്. നിന്റെ താരേത്തി അറിഞ്ഞ് എന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, ഏതൻ അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. പക്ഷെ ലഹരിയുടെ പുതിയൊരു ലോകത്തായിരുന്ന അമ്മാളു അതൊന്നും കേൾക്കുന്ന മട്ടേയില്ലായിരുന്നു. അവൾ അവൻ്റെ കൈകൾ ബലമായി മാറ്റിയിട്ട് വീണ്ടും ഉറക്കെ ചിരിച്ചു. അവൾ വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ താങ്ങിപ്പിടിച്ച് ബാൽക്കണിയിലെ ആ ചെറിയ മാറ്റിലിരുത്തി. അമ്മാളുവിൻ്റെ തല പതുക്കെ ഏതൻ്റെ തോളിലേക്ക് ചെരിഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ ജാക്കറ്റിൽ മുറുകെ പിടിച്ചു. നാട്ടിലെ കാറ്റിന് നല്ല മണമായതാ, ഇവിടെ ഇവിടെ പുകയാടാ, അവൾ പിച്ചും പേയും പറയുന്നത് പോലെ മന്ത്രിച്ചു കൊണ്ടിരുന്നു. അമ്മാളും അതിന് അടുത്ത ആഴ്ച നാട്ടിൽ പോയില്ലേ, അപ്പോൾ പിന്നെ ശുദ്ധവായു ശ്വസിക്കാലോ, ഏതൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. പോയി കഴിഞ്ഞാൽ ഇതിനൊന്ന് കാണാൻ ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്നവൻ ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് നാട്ടിൽ പോകുന്നത് തന്നെയാണ് ഇഷ്ടം, പക്ഷെ താരത്തെ മിസ് ചെയ്യും. പിന്നെ അമ്മാളും ഒന്ന് നിർത്തി. പിന്നെ ഏതൻ എടുത്തു ചോദിച്ചു. എനിക്ക് ഇയാളെയും മിസ് ചെയ്യും, അമ്മാളു അവൻ്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നെയോ? ഏതനിൽ അതിശയം. അപ്പോൾ അമ്മാളുവിന് എന്നെ ഇഷ്ടമാണോ? അവളുടെ കവിളിൽ കൈ ചേർത്ത് ഏതൻ പതിയെ ചോദിച്ചു. ആണല്ലോ, ഒരുപാട് ഇഷ്ടാ, അമ്മാളു മറുപടിയും പറഞ്ഞു. ഏതൻ്റെ നെഞ്ച് പിടച്ചുപോയി ആ പറച്ചിലിൽ. ഒരുപാടെന്ന് പറയുമ്പോൾ ഏതൻ ഒരിത്തിരി കൂടെ അവൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു. ഒരുപാട്. അമ്മാളു കൈവിടർത്തി അളവ് കാണിക്കവേ ഏതൻ അവളെ ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. അമ്മാളു അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം ചേർത്ത് അവൻ്റെ ഗന്ധം ഒന്ന് വെടിച്ചെടുത്തു. എനിക്ക് ഏതൻ്റെ മണവും ഇഷ്ടാ, അമ്മാളു കുറുകി. ഏതൻ്റെ പിടിവിട്ടുപോയി ആ പറച്ചിലിൽ. ഏതൻ പതിയെ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി. പിടിവിട്ടുപോയ ഏതോ നിമിഷത്തിൽ അവൻ ആ ചുണ്ടുകളിലേക്ക് പതിയെ ചേക്കേറി. അമ്മാളു അവനെ എതിർത്തില്ല, പകരം കൂടുതൽ അവന് സൗകര്യം ചെയ്തു കൊടുത്തു. അടർന്നു മാറാൻ ഒരുങ്ങുന്നവനെ പലവട്ടം വീണ്ടും തന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അമ്മാളു തളർന്നുപോയി. ഏതൻ പതിയെ പിന്മാറി. പതുക്കെ അവളുടെ വാക്കുകൾ നേർത്തു വന്നു. ഉറക്കം അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അവളെ എടുത്ത് അകത്തെ മുറിയിൽ കിടത്താൻ ഏതന് തോന്നിയെങ്കിലും പിന്നെ അവൻ അത് വേണ്ടെന്ന് വെച്ചു. അവളുടെ നിഷ്കളങ്കമായ മുഖം നോക്കി ഏതൻ അങ്ങനെ ഏറെ നേരെ ഇരുന്നു. നഗരവിളക്കുകൾ ഓരോന്നായി അണയുന്നത് നോക്കി അമ്മാളുവിനെ ചേർത്ത് പിടിച്ച് ആ ബാൽക്കണിയിൽ തന്നെ ഏതനും എപ്പോഴും ഉറങ്ങിപ്പോയി. 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതയായി ഫ്ലാറ്റിലേക്ക് കയറി വന്ന താരയുടെ കണ്ണുകൾ ആദ്യം ഉടക്കിയത് ബാൽക്കണിയിലേക്ക് തന്നെയാണ്. അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ ചോര തിളച്ചുപോയി. തോളോട് തോൾ ചേർന്ന് കൈകൾ കോർത്തു പിടിച്ച് ബാൽക്കണിയിലെ മാറ്റിൽ കിടന്നുറങ്ങുന്ന ഏതനും അമ്മാളുവും. നിലത്ത് കിടക്കുന്ന ബിയർ കുപ്പിയും ഒഴിഞ്ഞ ഗ്ലാസുകളും കാര്യങ്ങൾ വ്യക്തമാക്കാൻ ധാരാളമായിരുന്നു. താരയുടെ കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വീണു. ആ ശബ്ദം കേട്ടാണ് ഏതൻ ഞെട്ടി ഉണർന്നത്. മുന്നിൽ കണ്ണുകളിൽ തീപ്പൊരിയുമായി നിൽക്കുന്ന താരയെ കണ്ടപ്പോൾ അവൻ്റെ ഉറക്കമെല്ലാം പാടെ വലിഞ്ഞുപോയി. അവൻ പതുക്കെ അമ്മാളുവിനെ മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. അമ്മാൾ എപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. താരെ, അത് നീ വിചാരിക്കുന്നത് പോലെയല്ല. ഏതൻ വാക്കുകൾക്കായി തപ്പി. മിണ്ടിപ്പോകരുത് ഏതൻ. താരയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത്? എൻ്റെ അനിയത്തിയായി ഇവൾ. നാട്ടിൻപുറത്ത് നിന്ന് ഒന്നും അറിയാതെ വന്നൊരു പെൺകുട്ടി. അവൾക്ക് നീ മദ്യം കൊടുത്തോ? എന്നിട്ട് ഇവിടെ താരക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നാണക്കേടും ദേഷ്യവും കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. താരെ, ഞാൻ ഒരു അതിര് വിട്ട് പെരുമാറിയിട്ടില്ല. അവൾക്കൊരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞില്ലേ? നീ ഒരു മാന്യനാണെന്നാണ് ഞാൻ കരുതിയത്. താരയുടെ ചിന്ത മുഴുവൻ അമ്മാളുവിനെക്കുറിച്ച്, കൂട്ടുകാർ എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു. നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോ. എനിക്ക് നിന്റെ മുഖം കാണേണ്ട. ഇറങ്ങിപ്പോയേതൻ എൻ്റെ മുന്നിൽ നിന്ന്. താര വിരൽ ചൂണ്ടി ആക്രോശിച്ചു. ഏതൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും താര അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഏതൻ അമ്മാളുവിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് ഒന്ന് മാത്രം നോക്കി. അവളോട് യാത്ര പറയാൻ പോലും നിൽക്കാതെ തൻ്റെ ബാഗും എടുത്ത് അവൻ ആ ഫ്ലാറ്റിൻ്റെ പടികൾ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ബഹളം കേട്ട് അമ്മാളു കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റിരുന്നു. തലക്കുള്ളിൽ വല്ലാത്തൊരു ഭാരവും വേദനയും അവൾക്ക് തോന്നി. ചുറ്റും നോക്കിയപ്പോൾ ഏതനെ കണ്ടില്ല. പകരം താരേത്തിയാണ് അവൾ കണ്ടത്. താരേത്തി, അവൾ പേടിയോടെ വിളിച്ചു. താര വന്ന് അമ്മാളുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു വലിച്ചു. എഴുന്നേൽക്കടി. താരേത്തി, ഞാൻ ഏതൻ പറഞ്ഞപ്പോൾ അമ്മാളു കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞപ്പോൾ നീ കുടിച്ചു അല്ലേ? നിന്നെ ഇവിടെ നിർത്തിയ നീ എൻ്റെ സമാധാനവും കളയും, എൻ്റെ മാനവും കളയും. ഒരു മാസത്തെ അവധിക്ക് വന്നതാ. നിന്നൊരു ദിവസം പോലും ഇവിടെ നിർത്താൻ എനിക്കിനി പറ്റില്ല. താര റൂമിലേക്ക് നടന്ന് അമ്മാളുവിൻ്റെ തുണിസഞ്ചി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഇപ്പോൾ തന്നെ നീ ഡ്രസ്സ് മാറ്റി റെഡിയാവ്. അടുത്ത ബസ്സിന് നിന്നെ ഞാൻ നാട്ടിലേക്ക് കയറ്റിവിടും. അമ്മയോട് ഞാൻ പറഞ്ഞോളാം ബാക്കി, താര കടുപ്പിച്ചു പറഞ്ഞു. അമ്മാളുവിന് ഒന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല. തൻ്റെ പ്രിയപ്പെട്ട താരേത്തിയുടെ കണ്ണുകൾ കണ്ട വെറുപ്പ് അവളെ പൂർണ്ണമായും തളർത്തി കളഞ്ഞിരുന്നു.
പക്ഷെ അതിലെല്ലാം ഉപരി അവൾക്ക് ഏതനെ വിട്ടുപോകാൻ തോന്നിയിരുന്നില്ല. അവൻ എവിടെയെന്ന് ചോദിക്കാൻ പോലും ഉള്ള ധൈര്യം അമ്മാളുവിന് അന്നേരം ഉണ്ടായില്ല. ബസ്സിൻ്റെ ജനൽ കമ്പികൾക്കരികിലെ സീറ്റിൽ അമ്മാളു വന്നിരുന്നു. കാർമേഘം പോലെ അവളുടെ മുഖം മങ്ങിയിരുന്നു. താര പുറത്ത് നിന്ന് അവളെ നോക്കി കൈകെട്ടി നിന്നു. ഒരു ക്ഷമാപണമോ യാത്രയപ്പോ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. ബസ് പതുക്കെ എടുത്തു തുടങ്ങി. ബസ്സിൻ്റെ ജനൽ കമ്പികൾക്കിടയിലൂടെ അടിച്ചു കയറുന്ന കാറ്റിന് ഇപ്പോഴും ആ പുകയുടെയും പൊടിയുടെയും മണം തന്നെയായിരുന്നു. നഗരത്തിലെ ആകാശമുട്ട ഉയർന്ന ചില്ലുകെട്ടിടങ്ങളും ആഡംബര കാറുകളും ബോട്ടിക്കിലെ പ്രതിമകളുമൊക്കെ അമ്മാളുവിൻ്റെ ജനൽ കാഴ്ചകളിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് മടങ്ങി തുടങ്ങി. വലിയ കണ്ണുകളിൽ വിസ്മയത്തോടെ നഗരത്തിലേക്ക് വന്ന അമ്മാളു എന്ന അമ്മയ്യ ഇപ്പോൾ അതേ കണ്ണുകളിൽ കണ്ണീരുമായാണ് മടങ്ങുന്നത്. എങ്കിലും അവളുടെ ഉള്ളിൽ നഗരം തന്ന ആ ചെറിയ കുളിര് ബാക്കിയുണ്ടായിരുന്നു. ആദ്യമായി പ്രണയം പറഞ്ഞ തൻ്റെ കുസൃതികൾക്ക് കൂട്ടിരുന്ന ഏതൻ്റെ മുഖം. ടൗണിലെ ജീവിതം താൻ വിചാരിച്ചതിലും വലിയൊരു അത്ഭുത ലോകമായിരുന്നു എന്ന് മനസ്സിലോർത്ത് ആ ജനൽ കമ്പികളിലൂടെ ദൂരേക്ക് നോക്കി അമ്മാളു പതുക്കെ വിങ്ങിപ്പൊട്ടി തുടങ്ങി. ഏതൻ്റെ ഓർമ്മകളും താരേത്തിയുടെ കണ്ണുകളിലെ വെറുപ്പും അവളെ നീറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2 മാസങ്ങൾ കടന്നുപോയി. നഗരത്തിലെ ആ അത്ഭുത ലോകത്തിൽ നിന്നും സ്വന്തം നാട്ടിൻപുറത്തെ ശാന്തതയിലേക്ക് തിരിച്ചെത്തിയിട്ടും അമ്മാളു പഴയ അമ്മാളു ആയിരുന്നില്ല. വീടിൻ്റെ ഉമ്മറത്തോ കിണറ്റിൻകരയിലോ ഇരിക്കുമ്പോൾ അവളുടെ വലിയ കണ്ണുകൾ ദൂരേക്ക് നോക്കി ശൂന്യമായി കിടക്കും. ആ പഴയ പ്രസരിപ്പൊക്കെ എങ്ങോ പോയി മറഞ്ഞിരുന്നു. വല്ലാതെ മെലിഞ്ഞ് കൺതടങ്ങൾ കറുത്ത് അവളൊരു നിഴൽ പോലെയായി മാറി. എന്താടോ എപ്പോഴും ഇങ്ങനൊരു ആലോചന? നീ എന്താ ഈ വല്ലാതെ ക്ഷീണിച്ചു പോയത്? അമ്മ പലവട്ടം ചോദിച്ചെങ്കിലും ടൗണിൽ വെച്ച് തൻ്റെ ജീവിതം മാറിമറിഞ്ഞ കഥയൊന്നും അവൾ ആരോടും പറഞ്ഞില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഏതൻ എന്ന പേര് ഒരു മന്ത്രം പോലെ അവൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അവൻ്റെ കൈകളുടെ ചൂടും ആ ബാൽക്കണിയിലെ തണുത്ത രാത്രിയും ഒടുവിൽ ചുണ്ടുകൾ ചേർത്ത നിമിഷവും എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വൈകുന്നേരം അമ്മായി അഥവാ താരയുടെ അമ്മ വീട്ടിലേക്ക് വന്നത്. അമ്മു, നാളെ താര നാട്ടിലേക്ക് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് കിട്ടിയത്രേ. അമ്മായി സന്തോഷത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അമ്മാളുവിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും താരേത്തി തനിക്കൊരു ഫോൺ കോൾ പോലും ചെയ്തിരുന്നില്ല. വല്ലാത്തൊരു സങ്കടം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ചേച്ചി വരുന്നു എന്നറിഞ്ഞപ്പോൾ അമ്മാളുവിൻ്റെ ഉള്ളിൽ നേരിയൊരു സന്തോഷം തിളച്ചു മറിഞ്ഞു. താരേത്തിയെ കണ്ട് പഴയതുപോലെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണം, മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നവൾ ഉറപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മാളു അല്പം ഭയത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയും താരയുടെ വീട്ടിലേക്ക് നടന്നു. താരയുടെ വീടിൻ്റെ പടി കടന്ന് ഉമ്മറത്തേക്ക് കയറി അമ്മാളു കണ്ടത് അവിടെ മുറ്റത്ത് ഒരു വലിയ ആഡംബരക്കാർ കിടക്കുന്നതാണ്. ടൗണിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു തരം വണ്ടി. അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത എന്തുകൊണ്ടോ കൂടി. പതുക്കെ ഉമ്മറത്തേക്ക് നടന്നു ചെന്ന അമ്മാളു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടെ സോഫയിൽ താരത്തിയുടെ തൊട്ടടുത്തിരുന്ന് ചായ കുടിച്ച് സംസാരിക്കുന്നത് മറ്റാരുമല്ല, ഏതനാണ്. കറുത്ത ജീൻസും അലസമായി കിടക്കുന്ന മുടിയും ഒരു മാറ്റമില്ലാതെ അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അമ്മാളുവിൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ തോന്നി അവൾക്ക്. കണ്ണുകൾ വിസ്മയത്താലും പ്രണയത്താലും നിറഞ്ഞു തുളുമ്പി. ഏതൻ, അവളുടെ ശബ്ദം കേട്ട് ഏതൻ പതുക്കെ തലയുയർത്തി നോക്കി. അമ്മാള് പ്രതീക്ഷിച്ചത് ആ പഴയ കുസൃതി ചിരിയോടെ അവൻ ഓടി വന്ന് തൻ്റെ കൈകളിൽ പിടിക്കുമെന്നാണ്. എന്നാൽ അവൻ്റെ കണ്ണുകളിൽ ആ ഭാവവ്യത്യാസങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും അപരിചിതനായ ഒരാളെ നോക്കുന്നത് പോലെ തണുത്തൊരു നോട്ടം. അവനൊന്ന് നോക്കിയിട്ട് ഭാവഭേദമൊന്നുമില്ലാതെ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ച് വീണ്ടും താരയോട് സംസാരിക്കാൻ തുടങ്ങി. കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഒരു നിൽപ്പും ഭാവവും. അമ്മാളുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. അവളുടെ ചുണ്ടുകൾ വിറച്ചുപോയി. താരേത്തി അവളെ ഒന്ന് നോക്കിയെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളുടെ ദേഷ്യമൊന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല. പകരം ഒരു ശാന്തതയായിരുന്നു. ഏതൻ അപ്പോഴും അമ്മാളുവിനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ഫോണിലേക്ക് നോക്കി നിന്നു. അമ്മാളുവിന് കരച്ചിലടക്കാനായില്ല. തന്നോട് അത്രയും തീക്ഷ്ണമായി പ്രണയം പറഞ്ഞ് തൻ്റെ കുസൃതികൾക്ക് കൂട്ടുനിന്ന ആ മനുഷ്യന്താ ഇപ്പോൾ തന്നെ പുച്ഛിച്ച് തള്ളുന്നു. അപ്പോൾ അന്ന് ടൗണിൽ വെച്ച് ബാൽക്കണിയിലിരുന്ന് പറഞ്ഞതൊക്കെ വെറും കള്ളായിരുന്നോ? നഗരത്തിലെ ആണുങ്ങൾക്ക് നാട്ടിൻപുറത്തെ പെൺകുട്ടികളെ പറ്റിക്കാൻ ഇത്ര എളുപ്പമായിരുന്നോ? എല്ലാം വെറും കപട അഭിനയമായിരുന്നോ? അമ്മാളുവിൻ്റെ മനസ്സിൽ പരിഭവവും കടുത്ത സങ്കടവും ദേഷ്യവും ഒരുമിച്ച് ഇരച്ചു കയറി. അവൾ അവിടെ നിൽക്കാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോയി. പിറ്റേ ദിവസം നാട്ടിലെ അമ്പലപ്പറമ്പിൽ ഉത്സവമായിരുന്നു. നാട്ടൊടുക്കും ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ചെണ്ടമേളത്തിൻ്റെ ഒച്ചയും ജനങ്ങളുടെ ബഹളവും കൊണ്ട് അമ്പലപ്പറമ്പ് സജീവമാണ്. അമ്മാള് മനസ്സ് ഒട്ടും ശരിയല്ലെങ്കിലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഉത്സവത്തിനിറങ്ങി. മനസ്സിന് ചേരാത്ത വേഷമാണെങ്കിലും അമ്മ നിർബന്ധിച്ചൊടുപ്പിച്ച നീലധാവണിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ ചെറിയൊരു മാലയും നെറ്റിയിൽ ചന്ദനക്കുറിയും തൊട്ട് അവൾ അമ്പലപ്പറമ്പിലൂടെ നടന്നു. പക്ഷെ അവളുടെ കണ്ണുകൾ ആ ജനക്കൂട്ടത്തിനിടയിലും ഒരാളെ തിരയുന്നുണ്ടായിരുന്നു.
വിളക്കുകളുടെ വെളിച്ചത്തിൽ തങ്ങി നിൽക്കുന്ന അമ്പലത്തിൻ്റെ വശത്തുകൂടി ആളൊഴിഞ്ഞ ആൽത്തറയുടെ ഭാഗത്തേക്ക് അവൾ പതുക്കെ നടന്നു. ജനക്കൂട്ടത്തിൻ്റെ ബഹളം അവിടെ കുറവായിരുന്നു. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് ഒരു ശക്തമായ കൈ വന്ന് അമ്മാളുവിൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചത്. അവൾ പേടിച്ച് നിലവിളിക്കാനാഞ്ഞതും ആ കൈ അവളെ വെടിച്ച് ആൽമരത്തിൻ്റെ മറവിലുള്ള ഇരുളിലേക്ക് ചേർത്തു നിർത്തി. മറുകൈ കൊണ്ട് അവളുടെ വായ പൊത്തിപ്പിടിച്ചിരുന്നു. ആ പരിചിതമായ ഗന്ധം അടഞ്ഞപ്പോഴേ അമ്മാളുവിന് മനസ്സിലായി അതാരാണെന്ന്. ഏതൻ. അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ച കൈ പതുക്കെ മാറ്റി. അമ്മാളു കടുത്ത ദേഷ്യത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് ബലമായി തള്ളി മാറ്റി പിറകോട്ട് മാറി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കനലുകൾ കോരിത്തെറിക്കുന്നുണ്ടായിരുന്നു. മാറി നിൽക്കുക ഏതൻ, എന്തിനാ ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നത്? ഇന്നലെ എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്നപ്പോൾ ഓർക്കണമായിരുന്നു. താൻ ആരാന്ന തൻ്റെ വിചാരം? ടൗണിൽ വെച്ച് കൂടെ ഇരുന്നും കള്ളു കുടിച്ചും കെട്ടിപ്പിടിച്ചും പ്രണയം പറഞ്ഞ് എന്നിട്ടിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്നെ അറിയില്ലല്ലേ? എല്ലാം വെറും കപടമായിരുന്നല്ലേ? നിങ്ങളൊക്കെ വിശ്വസിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അമ്മാളു വാ തോരാതെ പരിഭവങ്ങളും സങ്കടങ്ങളും ദേഷ്യവും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു. അവൾ വിങ്ങിപ്പൊട്ടി കരയാൻ തുടങ്ങി. അവളുടെ ആ പരിഭവം നിറഞ്ഞ പടച്ചിൽ കേട്ട് ഏതൻ്റെ ചുണ്ടിൽ ആ പഴയ കുസൃതിച്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ അവളിലേക്ക് അടുത്തു. പറഞ്ഞു തീർന്നോ എൻ്റെ കല്ലിയങ്കാട്ട് നീലി? ഏതൻ ആർദ്രമായി ചോദിച്ചു. ഞാൻ ആരുടെയും നീലിയുമല്ല അമ്മാളുവുമല്ല, മാറി നിൽക്ക്. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. പെട്ടെന്ന് ഏതൻ അവളുടെ ഇരുതോളുകൾ മുറുകെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു. അവൻ്റെ കണ്ണുകളിലെ പ്രണയത്തിൻ്റെ തീക്ഷ്ണത കണ്ടപ്പോൾ അമ്മാളുവിൻ്റെ ശബ്ദം തനിയെ അടഞ്ഞു. നീ വിചാരിച്ചത് ഞാൻ നിന്നെ മറന്നു എന്നാണ് അമ്മാളു? ടൗണിൽ നിന്നും നീ പോയതിനു ശേഷം നിൻ്റെ ഈ വലിയ കണ്ണുകളും നിഷ്കളങ്കമായ മുഖവും കാണാതെ ഞാൻ അനുഭവിച്ച ശ്വാസം മുട്ട് എനിക്ക് മാത്രമേ അറിയൂ. ഓരോ രാത്രിയും ആ ബാൽക്കണിയിൽ നീലാതിരിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. ഏതൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. അമ്മാളു അത്ഭുതത്തോടെ അവനെ നോക്കി. എന്നിട്ട് ഇന്നലെ എന്താ എന്നെ കണ്ടിട്ടും മിണ്ടാതിരുന്നത്? അത് നിന്റെ താരേത്തെ ഭയന്നിട്ടല്ലേ? അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അന്ന് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ താരയോട് പലവട്ടം സംസാരിച്ചു. അന്ന് സംഭവിച്ചത് വെറും ഒരു കൗതുകം മാത്രമല്ല എന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. നിന്നോടുള്ള എൻ്റെ പ്രണയം സത്യമാണെന്ന് അവൾക്ക് ബോധ്യപ്പെടണമായിരുന്നു. താരയും കൂട്ടി നിൻ്റെ നാട്ടിലേക്ക് വരാൻ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയാമോ? ഈ അമ്മാളുവിനെ എനിക്ക് തന്നേക്കാനുള്ള അനുവാദം വാങ്ങാനാണ് ഞാൻ താരയുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. ഏതൻ പറഞ്ഞു നിർത്തിയപ്പോൾ അമ്മാളുവിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദക്കണ്ണീർ ഒലിച്ചിറങ്ങി. തന്നെ കാണാതെ അവൻ എത്രമാത്രം വിഷമിച്ചിരുന്നുവെന്നും താരത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്നും അവൾ തിരിച്ചറിഞ്ഞു. പരിഭവങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോയി. ഐ ലവ് യു അമ്മാളു. ഏതൻ അവളുടെ മുഖം തൻ്റെ കൈവെള്ളയിലാക്കി പതുക്കെ പറഞ്ഞു. അമ്മാളു ഒന്നും മിണ്ടിയില്ല. അവൾ തനിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആ ജാക്കറ്റിൽ മുറുകെ പിടിച്ചു. അമ്പലപ്പറമ്പിലെ ചെണ്ടമേളത്തിൻ്റെ കൊട്ടിൻ്റെയും ഇടയിൽ അവരുടെ ഹൃദയമിടിപ്പുകൾ ഒരേ താളത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഏതൻ പതിയെ അവളുടെ നെറ്റിയിലെ ചന്ദനക്കുറിക്ക് മുകളിലായി തൻ്റെ അധരങ്ങൾ ചേർത്തു. ആകാശത്തപ്പോൾ ഉത്സവത്തിൻ്റെ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ വെളിച്ചം പല നിറങ്ങളായി വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടങ്ങനെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ? അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. പുതിയൊരു കഥയുമായി ഞാൻ എത്ര എളുപ്പം വരുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് അത്രമേൽ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്